വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഇന്ന് മെയ് 27, 1933. ഞാൻ വിൽനൂസിലേക്ക് പോവുകയാണ്. മഠത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ പൂന്തോട്ടത്തിലേക്കും ഭവനത്തിലേക്കും നോക്കി. നോവിഷേറ്റിലേക്ക് ഞാൻ കണ്ണോടിച്ചപ്പോൾ പെട്ടെന്ന് കവിളിലൂടെ കണ്ണീരൊഴുകി. എൻ്റെ മേൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെയും കൃപകളെയും കുറിച്ച് ഞാൻ ഓർത്തു. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പൂന്തോട്ടത്തിൽ ഞാൻ കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, കരയണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഈശോ എന്നോട് സംസാരിച്ചപ്പോൾ എന്നിൽ നിറഞ്ഞ ദൈവസാന്നിധ്യം യാത്രയിലുടനീളം എന്നെ അനുധാവനം ചെയ്തു. എൻ്റെ യാത്രയിൽ ചെസ്തഹോവ സന്ദർശിക്കുവാനുള്ള അനുവാദം ലഭിച്ചിരുന്നു. രാവിലെ 5 മണിക്ക് ചിത്രത്തിൻ്റെ അനാച്ഛാദനത്തിൽ സംബന്ധിച്ചപ്പോൾ ദൈവമാതാവിൻ്റെ ചിത്രം ഞാൻ ആദ്യമായി കണ്ടു. 11 മണിവരെ തടസ്സം കൂടാതെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. സമയം കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല. ആ മഠത്തിലെ സുപ്പീരിയർ മദർ സെറാഫിൻ പ്രാതൽ കഴിക്കാൻ എന്നെ വിളിക്കാനായി ഒരു സിസ്റ്ററിനെ അയച്ചു. എനിക്ക് തീവണ്ടി കിട്ടാതെ വരുമോ എന്ന് ചിന്തിച്ച് അവർ ആകുലപ്പെട്ടു. ദൈവമാതാവ് എന്നോട് വളരെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ നിത്യവ്രത വാഗ്ദാനങ്ങൾ ഞാൻ മാതാവിനെ ഭരമേൽപ്പിച്ചു. ഞാൻ മാതാവിൻ്റെ കുഞ്ഞും മാതാവിൻ്റെ അമ്മയുമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ അപേക്ഷകളിൽ ഒന്നും അമ്മ നിരസിച്ചില്ല. ഇന്ന് ഞാൻ വിൽനൂസിലെത്തിയിരിക്കുന്നു. ചിതറിക്കിടക്കുന്ന കുറേ ചെറിയ കുടിലുകളിലാണ് മഠം സ്ഥിതി ചെയ്യുന്നത്. യൂസേഫുവിലെ വലിയ കെട്ടിടം കണ്ടിട്ടുള്ള എനിക്ക് ഇത് വിചിത്രമായി തോന്നി. 18 സിസ്റ്റേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മഠം വളരെ ചെറുതായിരുന്നെങ്കിലും സമൂഹ ജീവിതം കൂടുതൽ ഗാഢസൗഹൃദമുള്ളതായിരുന്നു. എല്ലാ സിസ്റ്റേഴ്സും വളരെ സ്നേഹപൂർവ്വം എന്നെ സ്വീകരിച്ചു. അത് പിന്നീട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതിന് എനിക്ക് വളരെ സഹായകരമായിരുന്നു. എൻ്റെ വരവ് പ്രമാണിച്ച് സിസ്റ്റർ ജസ്റ്റിൻ നിലം പോലും ഉരച്ച് വൃത്തിയാക്കിയിരുന്നു. ആരാധനാ സമയത്ത് ചില വ്യക്തികളോട് ഞാൻ എപ്രകാരം വർത്തിക്കണമെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയത്തെ സർവശക്തിയോടും കൂടി ഞാൻ മുറുകെ പിടിച്ചു. അൽമായ സഹോദരങ്ങളുമായി അടുത്ത സമ്പർക്കം ആവശ്യമായിരുന്ന പൂന്തോട്ടത്തിലെ ജോലി മൂലം പുറത്തുനിന്നുള്ള വളരെ പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞു.